അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കസിൻസിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട് ബാലുശ്ശേരിയാണ്. അപ്പോൾ ബാലുശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ എടുക്കും കോഴിക്കോട് എത്താൻ. ഞാനൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്. എന്നിട്ട് 1 മണിയൊക്കെ ആകുമ്പം കോഴിക്കോടെത്തി. അപ്പോൾ കസിനാണ് വന്നത്. കസിൻ നമ്മൾ നല്ല മാസ് ബീജി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ ഫസ്റ്റ് തന്നെ ഫോക്കസ് മാളിൽ പോയി. ഫോക്കസ് മാളിൽ പോയിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തരാപ്പര നടക്കുക, അതന്നെ പണി. വേറെ പണിയൊന്നുമില്ല, വേറെ വാങ്ങാനോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് നമ്മൾ അവിടേക്ക് പോയി. വിഷ്ണുവിൻ്റെ ചേച്ചിയുണ്ട്, നയന എന്നാണ് പേര്. അപ്പോൾ നയനേച്ചി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിക്കുകയാണ്. നയനേച്ചി എത്തി. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ പിസ്സ റെക്കോർഡ് പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്മോൾ സൈസുള്ള ഏതെങ്കിലും ഒരു പിസ്സ കഴിക്കാൻ വിചാരിച്ചു. കുറച്ചും കൂടി കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. അപ്പോൾ പിസ്സ എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഫൺ മാക്സിലേക്ക് പോയി. അപ്പോൾ ഫൺ മാക്സ് എന്ന് പറയുമ്പോൾ കളിക്കാനൊന്നും പോയതല്ല, വെറുതെ എന്ന് കാണാൻ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. അപ്പോൾ ഉച്ചയ്ക്കായി ഏകദേശം ഒരു 2:30-3 മണിക്ക് ആവാനായി ഉണ്ടാവും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. പാരഗണിലാണ് പോയത്, ഫോക്കസ് മാളിത്തെ പാരഗൺ തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പാരഗണിലെ തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നടക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രെൻഡ്സ് പോയി. ട്രെൻഡ്സ് പോയിട്ട് അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ മക്ഡൊണാൾഡ്സിൽ പോയി സോഫ്റ്റി മേടിച്ചു. 3 പേരും മേടിച്ചത് വാനിലേൻ്റെ സോഫ്റ്റി ആയിരുന്നു.
അങ്ങനെ ഞങ്ങളുടെ ഫോക്കസ് മാർട്ട് വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മാളിലേക്കാണ് പോയത്. ബ്ലൂ ഡയമണ്ട് മാളിലേക്കാണ് പോയത്. ഇപ്പോൾ പുതിയ തുടങ്ങിയതാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്? ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഉറക്കം വരുന്നു ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നമ്മൾ വെറുതെ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വെറുതെ ഒരു സെവലപ്പിൻ്റെ കുടിച്ച ബാക്കിയുള്ള ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ട്രൂത്ത് ഓർ ഡയർ കളിക്കാമെന്ന് വിചാരിച്ചു. വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ട്രൂത്ത് ഓർ ഡയർ കളിക്കുമ്പം എനിക്കായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ ഡയർ പറഞ്ഞു. അപ്പോൾ ഡയർ പറഞ്ഞപ്പം എൻ്റെ കസിൻസ് തന്ന പണിയായിരുന്നു. അപ്പുറത്തെ ആളുടെ അടുത്തേക്ക് പോയി അവരുടെ അടുത്ത് പോയി അവരടിക്കുക, അവരുടെ ഫുഡ് എടുക്കുക. ഇങ്ങനത്തെ കുറേ നല്ല നല്ല ഡയറായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ അതൊന്നും നമ്മളെക്കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ നമ്മളവിടെ വെറുതെ പോസ്റ്റ് അടിച്ച് വീണ്ടും കുത്തിരുന്നു. അങ്ങനെ മാളെല്ലാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു സന്ധ്യ ആവാറായി ഉണ്ടാകും. ഒരു 5:30-6 മണിക്കായി ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ നമ്മൾ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ പോയിട്ട് നമ്മൾ അവിടെ നല്ലൊരു സൺസെറ്റ് എല്ലാം കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മെല്ലെ നടക്കുകയാണ്. ബീച്ചിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ നടന്ന് അങ്ങനെ വെറുതെ ഇരിക്കുക, പ്രകൃതി ആസ്വദിക്കുക. അതായിരുന്നു നമ്മുടെ അടുത്ത പണി. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ? ചോദിക്കണം കേട്ടോ. അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡേ ഔട്ട് വിത്ത് കസിൻസ് വ്ളോഗ്. എൻ്റെ ആദ്യ വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെയും അധികം ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ എന്നെ സപ്പോർട്ടും ചെയ്യണം. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുവരേക്കും ബായ്.